ജനനത്തീയതി തെളിയിക്കാൻ ഇനി ആധാർ കാർഡ് പ്രൂഫായി സ്വീകരിക്കില്ലെന്ന് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അറിയിപ്പ്. ജനനത്തീയതി നിർണ്ണയിക്കാനുള്ള രേഖയായി കണക്കാക്കിയിരുന്ന ആധാർ ഇനി ആ ഒരു ആവശ്യത്തിനായി കണക്കാക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയിൽ നിന്നും ലഭിച്ച കത്തിൽ ജനനത്തീയതി തെളിയിക്കാനുള്ള അംഗീകൃത രേഖകളിൽ നിന്നും ആധാർ നീക്കം ചെയ്യുമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ മാറ്റമെന്ന് EPFO സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനുവരി 16-നാണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് പുറത്തിറക്കിയത്. ആധാർ ഒരു തിരിച്ചറിയൽ പരിശോധനാ രേഖയാണെന്നും അത് ജനനത്തീയതി പരിശോധിക്കാനുള്ള രേഖയല്ലെന്നും വിശദീകരണമുണ്ട്. അടുത്തിടെ പുറത്തുവന്ന ചില കോടതി വിധികളും ആധാറിനെ ജനനത്തീയതി നിർണയത്തിനുള്ള രേഖയായി കണക്കാക്കാതിരിക്കാനുള്ള തീരുമാനത്തിന് ശക്തി പകരുന്നതാണെന്ന് EPFO പറഞ്ഞു. ജനനത്തീയതി തെളിയിക്കുന്നതിന് മാത്രമല്ല, ജനനത്തീയതിയിലെ തിരുത്തലിനുള്ള സ്വീകാര്യത രേഖകളിലും പട്ടികയിൽ നിന്നും ആധാറിനെ നീക്കം ചെയ്തു. ജനനത്തീയതി തെളിയിക്കാൻ ഇനി ഏതെങ്കിലും അംഗീകൃത സർക്കാർ ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നൽകുന്ന മാർക്ക് ഷീറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, സ്കൂൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, പേരും ജനനത്തീയതിയും അടങ്ങുന്ന SAC സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, സർവീസ് റെക്കോർഡുകൾ പ്രകാരം നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ, സെൻട്രൽ സ്റ്റേറ്റ് പെൻഷൻ പേയ്മെന്റ് ഓർഡർ, സർക്കാർ നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, സർക്കാർ പെൻഷൻ, സിവിൽ സർജൻ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്നുമാണ് വ്യക്തമാക്കുന്നത്.